മച്ചന്മാരെ നമ്മൾ വാള പിടിക്കാനായിട്ട് സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല തകർപ്പൻ സിൽവർ സ്പൂൺ ലൂറുകളാണ്, നല്ല തിളക്കമുള്ള സിൽവർ സ്പൂൺ ലൂറുകളാണ് ആറ്റുവാളയ്ക്ക് വേണ്ടി നമ്മളിവിടെ പ്രയോഗിക്കാനായിട്ട് പോകുന്നത്. ആറ്റുവാളകൾ ഇതുപോലുള്ള സ്പൂൺ ലൂറുകളിൽ ശരിക്കും സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കാസ്റ്റിങ് തുടങ്ങിയാണ്. വെള്ളം നല്ല കണ്ടീഷനിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വമ്പൻ ആറ്റുവാളകളുടെ സ്ട്രൈക്ക് ഇവിടുന്ന് കിട്ടാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ആറ്റുവാള പിടിക്കാൻ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഡൈവയുടെ ഫാൻറ്റ സ്നാപ്പർ റോഡും അതുപോലെ തന്നെ ഒക്കുമയുടെ സഫീന പ്രോ എന്ന് പറഞ്ഞ റീലുമാണ് നമ്മളിപ്പോൾ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റുവാളകൾ മാത്രമല്ല, ഇതിൽ നമുക്ക് ചേർമീൻ്റെയും വാഹയുടെയും വരാലിൻ്റെയും ഒക്കെ സ്ട്രൈക്ക് കിട്ടും. ശരിക്കും തൂളിയും വയമ്പും പരലൊക്കെ വെട്ടി വരുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ സ്പൂൺ ലൂറ് കാസ്റ്റ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രിഡേറ്റർ മീനുകളുടെ അടി ഇതിൽ പെട്ടെന്ന് കിട്ടുന്നത്. നമ്മൾ കാസ്റ്റ് ചെയ്ത് തുടരുകയാണ്. എപ്പോൾ എങ്ങനെ നമുക്ക് സ്ട്രൈക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും അലേർട്ടായിട്ട് നിൽക്കണം. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പവർഫുൾ ഹുക്കപ്പ് തന്നെ കൊടുക്കണം. ഈ സ്പൂൺ ലൂറിൻ്റെ ഇടനാക്ക് ശരിക്കും എൻ്റെ വായിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ കേസാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അവന്മാർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഇത് ഒരു കയാണ്, അതുപോലെ തന്നെ നല്ല ആഴവും ഉണ്ട്, വളവും ഒക്കെ ഉള്ളൊരു ഭാഗമാണ്. ഇത്തരം സ്ഥലങ്ങളിൽ മീനുകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇത്തരം സ്ഥലങ്ങൾ കാസ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല കെയർഫുള്ളായിട്ട് നിന്ന് വേണം കാസ്റ്റ് ചെയ്യാനായിട്ട്. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ്സായി പോരുത്. അപ്പോൾ നമ്മൾ നല്ല ആഴമുള്ള ഭാഗത്തേക്ക് തന്നെ കാസ്റ്റ് ചെയ്തിട്ട് സ്ട്രൈക്കിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്കൊരു തീബാനം സ്ട്രൈക്ക് നമ്മുടെ ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം. അത്യാവശ്യം കട്ടിയുള്ള ബ്രൈഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഒരു ലീഡ് ലൈനും കൊടുത്തിട്ടുണ്ട്. വാളയ്ക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്ക് അടിച്ച് കുത്തി അവന്മാർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഓടാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയുള്ള ശ്രമം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണ്. അവന്മാർ നേരെ ഓടുന്നത് കല്ലുകളുടെ ഇടയിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കും ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ പിടിച്ചെടുത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ലീഡ് ലൈൻ ഇട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവന്മാർ നൈസായിട്ട് നമ്മുടെ ലൈൻ പൊട്ടിച്ച് കളയും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നല്ല കട്ടിയുള്ള ലൈനും ലീഡ് ലൈനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കടലിലൊക്കെയുള്ള അതേ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെയും പയറ്റുന്നത്. അവിടെ ഹമ്മൂർ ചെമ്പലിലേക്കാണ് വില്ലന്മാരെങ്കിൽ ഇവിടെ ആറ്റുവാളയാണ് വില്ലൻ. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് തുടരുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്പൂൺ ലൂറിൽ ഒരു കലക്കനടി പ്രതീക്ഷിക്കാം. ഇടയ്ക്ക് മീൻ വെട്ടുന്ന സൗണ്ടൊക്കെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്.